ചിലവരെന്തിനാ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന പൂച്ചേനെ സ്നേഹിക്കുന്നത്? ചിലവരെന്തിനാ പട്ടികളെ കൂടുതൽ സ്നേഹിക്കുന്നത്? എല്ലാത്തിനും അതിൻ്റെതായ കാരണമുണ്ട് ദാസ. നമ്മളെ സ്വഭാവത്തിനോട് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള മൃഗങ്ങളെ ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത്. അതായത് നമ്മളെ സ്വഭാവത്തിനോട് സാമ്യമുള്ള മൃഗങ്ങളെ. അതായത് നമ്മളിങ്ങനെ വിചാരിക്കൂലേ നമുക്ക് ഇന്ന ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതേ ക്വാളിറ്റീസും കാര്യങ്ങളും നമ്മൾ ചില മൃഗങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പം നമ്മൾ അതിനോട് അട്രാക്റ്റ് ആവും, അല്ലെങ്കിൽ ആ മൃഗങ്ങളോട് നമുക്ക് കൂടുതൽ ആകർഷണം തോന്നും. അങ്ങനെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം പൂച്ചയിൽ നിന്ന് തുടങ്ങാം. നിങ്ങളൊരു പൂച്ച സ്നേഹിയാണെങ്കിൽ നിങ്ങൾ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം പൂച്ചകളും അങ്ങനെയാണല്ലോ, ഒരുപാട് ആൾക്കാരുടെ ഇടയിലൊന്നും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഈ പൂച്ചകൾ. പിന്നെ നിങ്ങളൊരു പൂച്ച സ്നേഹി ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഇങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പൂച്ചകളായാലും നമ്മൾ അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് തെളിയിക്കാനൊന്നും അത് നോക്കൂല, അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെടും. പൂച്ചകൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരുപാട് പ്രകടിപ്പിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആൾക്കാരുടെ കാര്യത്തിലും. അവർ നിങ്ങളെ സ്നേഹിച്ചാൽ മതി, ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുകയൊന്നും വേണ്ട, ഉണ്ടായാൽ മതി സ്നേഹം. ഇപ്പൊ പട്ടിയുടെ കാര്യം എടുത്താലും നമ്മൾ പട്ടീനോട് ആജ്ഞാപിക്കാം, പക്ഷെ അതുപോലെ പൂച്ചേനോട് ആജ്ഞാപിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അത് വന്ന വഴി തിരിച്ചു പോകും. അതിൻ്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും നമ്മൾ ഏൺ ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ തന്നെയായിരിക്കും പൂച്ച സ്നേഹികളുടെ കാര്യം. അവരോട് ആജ്ഞാപിക്കാൻ ചെന്നാൽ അവരും വന്ന വഴി തിരിച്ചു പോകും. അവരുടെ സ്നേഹമായാലും നമ്മൾ ഏൺ ചെയ്തെടുക്കണം. അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ഏൺ ചെയ്തെടുത്താൽ അതൊരിക്കലും ഇല്ലാണ്ടാവില്ല. അതൊരു ഡീപ്പ് കണക്ഷൻ പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും, ഒരിക്കലും മാറൂല. പൂച്ചയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അതുപോലെ തന്നെയായിരിക്കും പൂച്ച സ്നേഹികളുടെ കാര്യത്തിൽ. പിന്നെ ഈ പൂച്ച സ്നേഹികൾ കൂടുതലും ഇൻട്രോവേർട്ട് ആയിരിക്കും. ഈ ഇൻട്രോവേർട്ട് പ്ലസ് പൂച്ച നല്ലൊരു കോമ്പിനേഷനാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെ. പിന്നെ ഈ പൂച്ചകൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തന്നെ അവർക്ക് ആഹാരം കണ്ടെത്താൻ പറ്റും, ആരുടെ സഹായവും ഇല്ലാണ്ട് സ്വന്തമായിട്ട് തന്നെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടറും കണ്ടെത്താൻ പറ്റും. അപ്പം ഈ പൂച്ച സ്നേഹികളായ മനുഷ്യരും അങ്ങനെ തന്നെയായിരിക്കും. അവരാരും ഡിപ്പെൻഡ് ചെയ്യൂല, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ പൂച്ച സ്നേഹികൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട്. പൂച്ചകൾക്കും അങ്ങനെയാണല്ലോ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് മനസ്സിലാക്കും, ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കും. പിന്നെ ഇവർ ഓരോ കാര്യങ്ങളും ഭയങ്കര ആഴത്തിൽ ചിന്തിക്കുന്നവരും ഒപ്പം തന്നെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരും ആയിരിക്കും. പിന്നെ ഈ പൂച്ച സ്നേഹികൾക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ പൂച്ചേനെ ഒബ്സർവ് ചെയ്ത് കിട്ടുന്നൊരു കഴിവാണ്. അതായത് ഇപ്പൊ നമ്മളെ പൂച്ചേനെ വിളിക്കുന്ന സമയത്ത് അത് കേട്ട് കാണും, പക്ഷെ ജാട കൊണ്ടോ അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ അത് വിളി കേൾക്കൂല. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ അതിന്റെ ചെവി ശ്രദ്ധിച്ചാൽ മതി. അത് ചെവി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത് നമ്മൾ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. പിന്നെ പൂച്ചകൾ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നത് അതിന് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. അങ്ങനെ പൂച്ചേന്റെ ഓരോ ബോഡി മൂവ്മെന്റും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് മനുഷ്യന്മാരുടെ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പൂച്ച സ്നേഹികൾ ഇങ്ങനെ പൂച്ചേനെ ഒബ്സർവ് ചെയ്ത് ആൾക്കാരെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് പഠിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടും. പിന്നെ പൂച്ച സ്നേഹികൾ നന്നായിട്ട് വായിക്കുന്നവരായിരിക്കും. പിന്നെ ഇവർക്ക് ആങ്സൈറ്റി കുറച്ച് കൂടുതലും ആയിരിക്കും. പിന്നെ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയുള്ളവരായിരിക്കും ഇവര്. പിന്നെ ഇവര് ആരോടും ഉള്ള സ്നേഹം ഫേക്ക് ചെയ്യൂല, പിന്നെ എല്ലാവരും ഒന്നും ട്രസ്റ്റ് ചെയ്യൂല, പിന്നെ അവരുടെ കാര്യങ്ങളൊന്നും എല്ലാവരോടൊന്നും ഷെയർ ചെയ്യൂല. നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം ഫോഴ്സ് ചെയ്തിട്ട് വരേണ്ടതല്ല, അത് റിയൽ ആയിട്ട് അവർക്ക് തോന്നിയിട്ട് വരേണ്ടതാണെന്ന് ചിന്തിക്കുന്നവരാണ് ഈ പൂച്ച സ്നേഹികൾ. ഇപ്പൊ പൂച്ചയുടെ കാര്യത്തിലായാലും പൂച്ചേനെ നമുക്ക് നിർബന്ധിച്ച് നമ്മളെ സ്നേഹിപ്പിക്കാൻ പറ്റൂലല്ലോ. അതിന് ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമ്മളെ സ്നേഹിക്കൂലൂ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അത്. പിന്നെ ഈ പൂച്ച സ്നേഹികൾ ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും. ഇപ്പൊ പൂച്ചേനെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ എവിടെയൊക്കെ പോയിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. ഇനി നമുക്ക് പട്ടി സ്നേഹികളെ കുറിച്ച് നോക്കാം. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം, പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. ഈ ഡോഗ് ലവേഴ്സ് കൂടുതലും എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഡോഗിനെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്നപാട് തന്നെ വീട്ടിലെല്ലാവരോടും ഭയങ്കര സ്നേഹവും കാര്യമായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഈ ഡോഗ് ലവേഴ്സും, അവർക്കും എല്ലാവരോടും ഭയങ്കര സ്നേഹവും കാര്യമായിരിക്കും. പിന്നെ ഈ ഡോഗ് ലവേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരായിരിക്കും. പിന്നെ ഇവർ ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കും. പിന്നെ ഇവരുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ എപ്പോഴും വേണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ഇവരെല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും. പിന്നെ ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടാവും. ഈ ഡോഗ് ലവേഴ്സിന് എപ്പോഴും അവരുടെ അടുത്ത് ഒരാളെപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ തന്നെ വേണം, അതായത് അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ.
എപ്പോഴും അങ്ങനെ ഒരാൾ വേണം. ഇപ്പം അവരോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഇവർ പെട്ടെന്ന് ക്ഷമിക്കും. ഇപ്പം അവരെ കൂടുതൽ കെയർ ചെയ്യുന്ന ആൾക്കാരോട് അവർ കൂടുതൽ അഫെക്ഷൻ കാണിക്കും, അവരോട് കൂടുതൽ അടുക്കും, അവരോടായിരിക്കും അവർക്ക് കൂടുതൽ സ്നേഹവും കാര്യങ്ങളൊക്കെ. പിന്നെ ഭയങ്കര ലോയലായിരിക്കും. അപ്പോൾ അവരുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇമോഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യും, ഒളിപ്പിച്ചൊന്നും വെക്കൂല. പിന്നെ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതിപ്പോൾ പട്ടികളുടെ കാര്യം എടുത്താലും നമ്മളിപ്പോൾ അതിനെ എവിടെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്നവരെ ഭയങ്കര ബഹളമായിരിക്കും. അത് ഒറ്റയ്ക്കിരിക്കാനുള്ള ആ ഒരു ഇത് കൊണ്ടാണ്. അതിനെപ്പോഴും അത് ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സമയം ചെലവഴിക്കണം. അതുപോലെ തന്നെയായിരിക്കും ഡോഗ് ലവേഴ്സും, അവരിഷ്ടപ്പെടുന്നവരുടെ കൂടെ എപ്പോഴും സമയം ചെലവഴിക്കണം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഡോഗ് ലവേഴ്സും എക്സ്ട്രോവേർട്ടും എല്ലാ ക്യാറ്റ് ലവേഴ്സും ഇൻട്രോവേർട്ടും ആവണമെന്നില്ല. അപ്പം നമ്മളൊരു പെറ്റിനെ അല്ല ഒരിക്കലും ചൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ കമ്പാനിയനെയാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു ഡോഗ് ലവറാണോ ക്യാറ്റ് ലവറാണോ, അതോ നിങ്ങൾക്ക് രണ്ടിനെയും ഒരുപോലെ ഇഷ്ടമാണോ?